ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹൗ ദ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ക്യാൻ ബി സക്സസ്ഫുൾ if they go to any countries like USA, Canada, UK, Germany, Austria, Australia, New Zealand, or any other European countries, regardless of what. നിങ്ങളുടെ മെയിൻ ചലഞ്ച് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് could be because of like ഒരു കൺട്രിയിൽ ചെല്ലുമ്പോൾ it's new country, new people, new culture, new infrastructure, new food. Don't get panic. It will going to get settled like within 1 or 2 months. Like you slowly integrate. പിന്നെ അത് മാത്രമല്ല when you land, you immediately like go and register in your college. അതിനുശേഷം you should like looking for part-time jobs. അപ്പോൾ part-time jobs ഞാൻ മുന്നത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത് എങ്ങനെയാണ് കിട്ടാന്ന്. You should go through the websites like connections with your friends. അതുമാതിരി going store to store. അപ്പം അങ്ങനെ പിന്നെ അത് മാത്രമല്ല when you go there like when you go to a store, especially like in person, like you have to go at early hours. അതായത് തുറക്കുമ്പോൾ തന്നെ ചെല്ലുക. Then you should meet the manager instead of a staff to provide your resume or CV. അത് മാത്രമല്ല സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു പ്രോപ്പർലി നാവിഗേറ്റ് ത്രൂ യുവർ സ്റ്റഡീസ്. അതായത് ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള സ്കോർ എടുക്കുക. അതായത് പിന്നെ പാർട്ട് ടൈം ചെയ്യുക, ഡെഡിക്കേറ്റഡ് ആയിട്ട് പാർട്ട് ടൈം ചെയ്യുക. അത് മാത്രമല്ല പാർട്ട് ടൈം ചെയ്ത് ഓവർ ബേൺ ചെയ്ത് സ്റ്റഡീസിനെ ഇൻട്രപ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ബിക്കോസ് സ്റ്റഡീസ് ലൈക്ക് കംസ് ഫസ്റ്റ്. ഇറ്റ്സ് ലൈക്ക് പ്രയോറിറ്റി ഫോർ സ്റ്റഡീസ്. പിന്നെ അത് മാത്രമല്ല സ്റ്റേ ബാക്കിൽ ഒരു വർക്ക് പെർമിറ്റിൽ you have to find a high profile job and permanent residency, and you have to get the permanent residency. പിന്നെ മറ്റൊരു കാര്യം നോക്കാനുള്ളത് you have to be pretty focused. Like നിങ്ങൾക്ക് എന്തിനാണ് ഫോക്കസ്? നിങ്ങൾ അവിടെ ചെന്നിട്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് then stay backൽ മാറിയിട്ട് then you have to get the permanent residence, right? So you have to pretty much focused on that one. ഡിറ്റർമിനേഷൻ വേണം, നല്ല ഡിറ്റർമിനേഷൻ വേണം, എന്നാലേ ലൈക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല പെർസ്യൂറൻസ്, അതായത് നിങ്ങൾക്ക് നിരന്തരമായിട്ടുള്ള പ്രയത്നം. ഇഫ് യു റെഫ്യൂസ് ലൈക്ക് അതായത് ഒരു ജോലിക്ക് ചെന്നപ്പോൾ, അതായത് ജോലി തെരഞ്ഞു ചെന്നപ്പോൾ they refuse, like you will get a lot of no's. You have to knock a lot of doors to get it open. അപ്പൊ അതിന് പേടിക്കേണ്ട കാര്യമില്ല. ബട്ട് ലൈക്ക് യു കീപ് ലൈക്ക് അറ്റംപ്റ്റിംഗ് ഓർ ലൈക്ക് സെർച്ചിങ് ഫോർ ദ ജോബ്സ്. എന്തായാലും തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. അത് മാത്രമല്ല ഒരു ഇനീഷ്യേഷൻ എടുക്കുക, മുന്നിട്ടിറങ്ങുക എല്ലാത്തിനും. പിന്നെ നെവർ ഗിവ് അപ്പ് മൈൻഡ് ആയിരിക്കുക, ഒരിക്കലും വിട്ടുകൊടുക്കാത്തൊരു മനസ്സ് ഉണ്ടാവണം. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, ഇങ്ങനത്തെ കൺട്രിയിൽ പോകുമ്പോൾ യു നെവർ ബി ആൻ ഇന്റർഡിപെൻഡന്റ്. ലൈക്ക് എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കുക, നടക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരെയും ആശ്രയിക്കരുത്. അത് മാത്രമല്ല നിങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ ഉദ്ദേശിക്കണമെങ്കിൽ യു ഹാവ് ടു ഗോ ബൈ യുവർസെൽഫ്, ടു നോട്ട് അക്കമ്പനി എനിബഡി. ദാറ്റ് വിൽ ബ്രിങ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ്. നിങ്ങൾ ആ കണ്ടമാനം ആത്മവിശ്വാസം നിങ്ങളല്ലാതെ ഉണ്ടാക്കും. അത് ഇറ്റ് വിൽ ഓപ്പൺ എ ന്യൂ വേൾഡ് ഫോർ യു. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, അപ്പോൾ ലിറ്ററലി ഐ എക്സ്പീരിയൻസ്ഡ് എവറിഥിങ്. പിന്നെ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ യു ഹാവ് ടു ഇൻസ്റ്റെഡ് ഓഫ് 100%, യു ഹാവ് ടു പുട്ട് ലൈക്ക് 1000%. യു ഹാവ് ടു ഗിവ് 1000% ഫോർ യുവർ ജോബ്. ആൻഡ് യു കമ്മിറ്റഡ് ആയിരിക്കണം, വളരെ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം, നല്ല കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം ജോലിക്ക്. പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോലി ചെയ്യുക എപ്പോഴും. പിന്നെ എപ്പോഴും റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുക. നിങ്ങൾ ജോലി ചെയ്യുക, എന്താ നിങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക, അക്കൗണ്ടബിൾ ആയിരിക്കുക. അതും അതായത് എന്തെങ്കിലും ചെയ്താൽ അതിനുള്ള അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുക. പിന്നെ അത് മാത്രമല്ല നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക ഫോർ എനി ചാലഞ്ചസ്. ലൈക്ക് there could be a lot of challenges during your job as well. So make it prepare yourself, like അതായത് ചലഞ്ചസ് ഫേസ് ചെയ്യാൻ എപ്പോഴും റെഡി ആയിട്ടിരിക്കുക. പിന്നെ അത് മാത്രമല്ല ഹാർഡ് വർക്ക്. അതായത് ഹാർഡ് വർക്ക് മേക്ക് എ ട്രമെൻഡസ് എമൗണ്ട് ഓഫ് ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്. ഓൾവേസ് ഗോ എബവ് ആൻഡ് ബിയോണ്ട് ഫോർ ദ വർക്ക്. അപ്പൊ നിങ്ങളെ ജോലി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് നോക്കുക. പിന്നെ അത് മാത്രമല്ല ബി എ ചൈൽഡ് ലൈക്ക് മൈൻഡ്, ക്യൂരിയസ് ആയിട്ടിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ലൈക്ക് ഇൻ ദ ടെക്നോളജീസ് യു ഹാവ് ടു അപ്ഡേറ്റ് വിത്ത് ദ
technologies and like software, because അതെന്താന്ന് വെച്ചാൽ ഈ കൺട്രികൾ they implement like software within no time. ജോലിയിലാണെന്നിരിക്കട്ടെ, so you have to adapt immediately, so competent ആയിട്ടിരിക്കുക. പിന്നെ അത് മാത്രമല്ല, you have to take feedbacks from your loved ones, well wishers. പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് എടുക്കുക, നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്സ് ഡിസ്കാർഡ് ചെയ്യുക, ട്രാഷ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ യു ഹാവ് ടു ലേൺ ഫ്രോം ദ മിസ്റ്റേക്സ്. ഒരിക്കൽ പോലും മിസ്റ്റേക്സ് വീണ്ടും ആവർത്തിക്കാൻ പാടില്ല. സോ യു ഷുഡ് നെവർ റിപ്പീറ്റ് ദാറ്റ് മിസ്റ്റേക്സ് അഗെയിൻ ഇൻ യുവർ ലൈഫ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് അതർ പീപ്പിൾ, ബിക്കോസ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ദെയർ ടു ഹെൽപ്പ് യു. അനേകമായിരം ആളുകളുണ്ടാവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. നിങ്ങളൊന്ന് ചോദിക്കേണ്ട കാര്യം മാത്രം മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ചിലപ്പോൾ ചോദിക്കണമെന്നില്ല, ഹെസിറ്റേഷൻ ആയിരിക്കുള്ളൂ. ബട്ട് ഡോണ്ട് ബി ഹെസിറ്റേറ്റ്, ടേക്ക് ഇനീഷ്യേഷൻ ആൻഡ് ലൈക്ക് ആസ്ക് ടു പീപ്പിൾ വാട്ട് യു വാണ്ട്. ദേ ആർ ഓൾവേസ് ദെയർ ടു ഹെൽപ്പ് യു. പിന്നെ കോംപ്ലൈ വിത്ത് ദ ലോസ്, അതൊരു കാര്യമാണ്. യു ഹാവ് ടു കോംപ്ലൈ വിത്ത് ദ ലോസ് ഓഫ് ദാറ്റ് കൺട്രീസ്. പിന്നെ പറയാനുള്ളത്, ലൈക്ക് നിങ്ങൾ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ദർ വിൽ ബി ഇംപ്രൂവ്മെന്റ്, and like there will be benefit, and the life will be transformed when you go as an international student to any of the countries like that I mentioned like on the beginning. But ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു.